വൈകുന്നേരം പതിവിലും നേരത്തെ ഹരി വീട്ടിലേക്കെത്തി. ഉമ്മർത്ത് ബൈക്ക് നിർത്തി ഹാളിലേക്ക് ചെല്ലുമ്പോൾ തന്നെ കേൾക്കാം ആരുടെയോ സംസാരം. ഞാൻ മനഃപൂർവ്വമല്ല മിഴി, നീ മനസ്സിലാക്ക്. അമ്മ ഇറക്കി വിട്ടാൽ പിന്നെ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ആരിൻ്റെ ശബ്ദം ഹാളിൽ മുഴങ്ങി കേട്ടു. ഒന്നും മനസ്സിലാവാതെ അവൻ്റെ അടുത്തേക്ക് ചെന്നു. ആ ഹരിയേട്ടാ. ഹരിയെ കണ്ട മാരിൻ എഴുന്നേറ്റു. നീ എപ്പോൾ വന്നടാ? ഹരി കയ്യിലെ ബാഗും മെഴുകി കൊടുത്തു. ആരിനോട് സംസാരിക്കാനായി സോഫയിലിരുന്നു. കുറച്ചു നേരമായി ഹരിയേട്ടാ. ഹരി നോക്കുമ്പോൾ ആരിൻ്റെ മുഖം ആകെ വല്ലാതിരിക്കുന്നു. മീറ്റിയുടെ അവസ്ഥയും മറിച്ചല്ല. അമ്മ ഭിത്തി ചാരി എല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്നു. എന്തു പറ്റി മുഖം വല്ലാതിരിക്കുന്നേ? ഹരി സംശയത്തോട് നോക്കി. ചോദിക്കേട്ടാ. മിഴി ആരിനെ ഒന്നിരുത്തി നോക്കി അടുക്കളയിലേക്ക് പോയി. അത് പിന്നെ അമ്മ ഇന്നലെ നേത്രിയെ വീട്ടിലേക്ക് കൊണ്ടുവന്നത് മുതൽ വഴക്കാണ്. അവൾ നോക്കാൻ വയ്യ, തിരിച്ചു കൊണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞു. പോരാത്തതിന് വേറെ വിവാഹം എനിക്ക് വേണ്ടി നോക്കുന്നുണ്ട്. ആര്യൻ പറഞ്ഞു തുടങ്ങിയപ്പോൾ ഹരി മനസ്സിലായി മട്ടിൽ തലയാട്ടി. വൈകിട്ട് നേത്രിക്ക് മാറ്റാനുള്ള പാഡ് മേടിച്ചു കൊണ്ടുവന്നതായിരുന്നു. ഹരിയേട്ടൻ അറിയാമല്ലോ, ഈ പ്രായത്തിലെ പെൺകുട്ടികളാണ്. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ സ്വന്തമായി ചെയ്യേണ്ടതുണ്ട്. മാസമുറ പോലെ പലതും. തളർന്നു കിടക്കുന്ന ഒരുവൾക്ക് എങ്ങനെയേട്ടാ അതൊക്കെ ചെയ്യാൻ കഴിയുക? അമ്മ അതേ ചൊല്ലി വഴക്ക് തുടങ്ങി. അമ്മയ്ക്ക് അവളെ നോക്കാൻ വയ്യ എന്നൊക്കെ പറഞ്ഞ് സഹിയേട്ട് ഞാനും തിരിച്ചു പറഞ്ഞു. അവസാനം ഞങ്ങൾ രണ്ടാളെയും അമ്മ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. ആര്യൻ പറഞ്ഞു നിർത്തിയപ്പോൾ അത്രയും നേരം മിണ്ടാകുന്ന ഹരി എന്താണ് എന്ന അർത്ഥത്തിൽ അവനെ നോക്കി. എന്നിട്ട് ഹരിയുടെ ശബ്ദമുയർന്നു. എന്നിട്ടെന്താ, താലി കെട്ടാതെ കൂടെ താമസിപ്പിച്ചാലല്ലേ കുഴപ്പമുള്ളൂ? ഈ വർഷങ്ങൾ അത്രയും അവൾ അനുഭവിക്കാത്തൊന്നുമില്ല. ഒരു ദൈവങ്ങളും കരുണ കാണിച്ചിട്ടുമില്ല. പ്രാർത്ഥന വേണ്ടത് മനസ്സിലല്ലേ. പണ്ട് സൂക്ഷിച്ചു വെച്ച ഒരു താലി ഉണ്ടായിരുന്നു, അതെടുത്ത് കെട്ടി. പിന്നെ ഒരു വീട് വാടകയ്ക്ക് നോക്കി വെച്ചിരിക്കുന്നു. എനിക്കറിയാം എന്തായാലും ഇത് വേണ്ടി വരുമെന്ന്. കാരണം അമ്മയുടെ മനസ്സ് മാറിയിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായി. ഞാനും നിദ്രയും അങ്ങോട്ട് മാറി. ഇനി ആരെയും നോക്കേണ്ട കാര്യമില്ല. ആരെയും പറഞ്ഞ് നിർത്തി മിഴിയൊന്ന് നോക്കി. ആരെയും നോക്കേണ്ട കാര്യമില്ലെന്ന് സ്വയം തീരുമാനിച്ചാൽ മതിയോ? അച്ഛൻ മരിച്ചു പോയിട്ടൊന്നുമില്ല. അച്ഛന് സമ്മതമില്ലാതെ ഇങ്ങനെ ചെയ്തതിനോട് എനിക്ക് താല്പര്യമില്ല ആര്യേട്ടാ. മിഴി അത് കേൾക്കെ സ്വന്തം അഭിപ്രായം തുറന്നടിച്ചു. പിന്നെ ഞാൻ എന്ത് വേണമായിരുന്നു മിഴി? നീ പറ. ഒരു അനാഥ പ്രവൃത്തിപ്പല നിന്റെ വീട്ടിൽ തിരിച്ചു കൊണ്ടാക്കണമായിരുന്നോ അവളെ? നീ ഇപ്പോൾ പറഞ്ഞ അച്ഛൻ അവളെ തിരിഞ്ഞു നോക്കുമോ? ആരും ചോദിച്ചതിന് മറുപടിയില്ലായിരുന്നു മിഴിക്ക്. ഏതായാലും കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി അതിനെക്കുറിച്ച് സംസാരിക്കണ്ട. നീ ചെന്ന് ഇവർക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുത്തു മിഴി. അമ്മ പറഞ്ഞു കേട്ട് പിന്നെ കൂടുതലൊന്നും പറയാതെ മിഴി അടുക്കളയിലേക്ക് പോയി. അപ്പോഴേക്കും ഉമ്മർത്ത് ഒരാൾ വന്നു നിന്നു. അയാളെ കണ്ടും ആരിനുൾപ്പെടെ എല്ലാവരും പകപ്പോടെ എഴുന്നേറ്റു. എന്നോട് ചോദിക്കാതെ നീ എൻ്റെ കൊച്ചിനെ കൊണ്ടുപോകും അല്ലടാ? മിഴിയുടെ അച്ഛനെ ഉള്ളിലേക്ക് വരികയും ഒന്ന് ചിന്തിക്കും മുൻപേ ആരിൻ്റെ കവളിൽ ആഞ്ഞടിക്കുകയും ചെയ്തു. പെട്ടെന്നായതുകൊണ്ട് തന്നെ എല്ലാവരും പകപ്പോടെ നോക്കി. മദ്യത്തിൻ്റെ രൂക്ഷഗന്ധം വമിക്കുന്നുണ്ട്. ഹരിയുടെ അമ്മ ഉൾപ്പെടെ എല്ലാവരും മുഖം ചൊളിച്ച് അയാളെ നോക്കി. അടുക്കളയിലേക്ക് പോകാൻ നിന്ന മിഴി അച്ഛനെ കണ്ടതും അയാളുടെ കൈകളിൽ കയറി പിടിച്ചു. അച്ഛൻ വെറുതെ പ്രശ്നത്തിന് നിൽക്കരുത്. അയാളുടെ കൈകളിൽ അമർത്തി പിടിച്ചു വയ്ക്കുമ്പോഴും അവൾ വിളിച്ചു പറയുന്നുണ്ട്. എന്നാൽ അയാൾ വീണ്ടും മാറിനെ തല്ലാനായി ഓങ്ങുന്നു. എൻ്റെ കൈ വിരടി മോളെ, അവനെ എനിക്ക് വേണം. അയാളുടെ ഉറക്കെയുള്ള ചീത്തുകൾ കിടക്കെ മിഴിയുടെ കൈകൾ പെട്ടെന്ന് അച്ഛനിൽ നിന്നും അകന്നു. അച്ഛൻ ഇറങ്ങിപ്പോ. മിഴിയുടെ ശബ്ദം ഉയർന്നു. ഹരിയുടെ അമ്മ പകപ്പോടെ അവളെ നോക്കി. അത് പറയാൻ നീ ആരടി? അത് കേട്ടതും അയാൾ മിഴിയുടെ കഴുത്തിൽ ബലം മുറുക്കി. പെട്ടെന്നായതുകൊണ്ട് അവൾ ശ്വാസം കിട്ടാതെ കിടന്നു. ഹരി പെട്ടെന്ന് അയാളുടെ കൈകൾ അവളിൽ നിന്നും വിടുവിച്ചു. കൈകൾ വിട്ടെങ്കിലും അവൾക്ക് 2 നിമിഷത്തേക്ക് ശ്വാസം കിട്ടാത്ത പോലെ. നിങ്ങൾക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ? ഹരി അച്ഛന് നേരെ അലറി. അയാളുടെ മുഖത്ത് കൈ നീട്ടി അടിക്കാൻ അവൻ്റെ കൈ തേച്ചു. പക്ഷെ അച്ഛനാണ്. അവൻ സ്വയം നിയന്ത്രിച്ചു. ഹരിയുടെ അമ്മയും പകപ്പോടെയെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അവൾ ആഞ്ഞു ശ്വസിച്ചു. എൻ്റെ കൊച്ച് എവിടെടാ? ആരിൻ്റെ നേർക്ക് വീണ്ടും അയാൾ കടന്നു ചെന്നു. കൊച്ച്. മിഴി പുച്ഛത്തോടെ അയാൾ തിരിഞ്ഞു നോക്കി. എന്നിട്ട് അയാൾക്ക് മുന്നിലേക്ക് കയറി നിന്നു. അപ്പോഴേക്കും മാള് മുറിയിൽ നിന്നിറങ്ങി വന്നിരുന്നു. അവൾ കുളിക്കുകയായിരുന്നു. കുളി കഴിഞ്ഞിറങ്ങുമ്പോഴാണ് ഹാളിൽ വലിയ ബഹളം കേൾക്കുന്നത്. അച്ചു പെട്ടെന്ന് പുറത്തേക്ക് ചെന്ന് നോക്കാൻ പറഞ്ഞു. അവന് കാലിൽ പ്ലാസ്റ്റർ ഇട്ട് കിടക്കുന്നത് കൊണ്ട് വന്ന് നോക്കാൻ കഴിയില്ല. സ്വന്തം മക്കളെന്ന് പറയാനുള്ള എന്ത് അവകാശമാണ് അച്ഛനുള്ളത്? ആ പെണ്ണിനെ മര്യാദയ്ക്ക് ഒരു നേരമെങ്കിലും നോക്കിയിട്ടുണ്ട് അച്ഛൻ. ഇപ്പം മോളെ അന്വേഷിച്ച് നടക്കുന്നു. മിഴിയിൽ പുച്ഛം നിറഞ്ഞു. അയാൾ അപ്പോഴും എന്തൊക്കെയോ പിറുപിറുക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, ഇതെൻ്റെ ഭർത്താവിൻ്റെ വീടാണ്. ഇവിടെ കിടന്ന് വഴക്കുണ്ടാക്കാൻ പറ്റില്ല. അവൾ അയാളെ രൂക്ഷമായി നോക്കി. ഓ, ഒരു ജീവിതം കിട്ടിയപ്പോൾ തന്തയെ വേണ്ടല്ലേ മോളെ? വീണ്ടും തെറി വിളിക്കുന്ന കേട്ട് അവൾക്ക് ദേഷ്യം വിരച്ചു കയറി. ഈ ജീവിതം നിങ്ങളായിട്ട് കൊണ്ടു തന്നൊന്നുമല്ലല്ലോ. മാറ്റക്കല്യാണം കഴിപ്പിച്ച് ബാധ്യത തീർത്തല്ലേ നിങ്ങൾ?
പിന്നെ നല്ല മര്യാദയ്ക്കാണെങ്കിൽ ആരെങ്കിലും തടയോ? ഇനി ഇന്നിവിടെ നിന്നാ തന്തയെ തല്ലി എന്നുള്ള പേര് കൂടെ വരും വഴിക്ക്. അതുകൊണ്ട് പോകാൻ നോക്കച്ചൻ. അവൾ പുറത്തേക്ക് കൈ ചൂണ്ടി കാണിച്ചപ്പോൾ അയാൾ കാർക്കിച്ച് അവളുടെ മുഖത്തേക്ക് നീട്ടിത്തുപ്പി. അവളുടെ മുഖത്തേക്ക് ചേറിയ കപം അയാൾ തുടയ്ക്കാതെ നിറഞ്ഞ കണ്ണുകളോടെ നോക്കി. നീ നോക്കിയിരുന്നോടി, ഇതിനുള്ളത് നിനക്ക് കിട്ടും. അയാൾ അഴിഞ്ഞു മുണ്ടും മുറുക്കിയെടുത്ത് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. നീ വന്നേ വഴി ചെന്ന് മുഖം കഴുകി. മാളി പെട്ടെന്ന് അവളെ വലിച്ചു കൊണ്ടുപോയി. അപ്പോഴും അവൾ മരവിപ്പിൽ നിൽക്കുകയായിരുന്നു. സ്വന്തം അച്ഛനാണ്, ആ ചോരയാണ് ഞാനെന്ന് പോലും ചിന്തിക്കാതെയാണല്ലോ തന്നെ. പൊതുവെ കല്യാണം കഴിഞ്ഞാൽ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ സ്വന്തം അച്ഛനമ്മ തങ്ങളെ സ്നേഹത്തോട് ചേർത്ത് നിർത്തും. പക്ഷേ ഇത് ഒരു നിമിഷം അമ്മ കൂടെ ഉണ്ടായിരുന്നെങ്കിലെന്ന് ആശിച്ചു. അവളെ ഹൃദയം നീറിപ്പുകഞ്ഞു. ആ കണ്ണിൽ കിടത്താൻ മുഖത്തൊഴിക്കുന്ന വെള്ളത്തിന് തണുപ്പ് പോരാതെ വരുന്നു. എല്ലാം കണ്ടുകൊണ്ട് നിന്നവർ അസ്വസ്ഥരായി. ഹരിയുടെ അമ്മയ്ക്ക് അവളുടെ അവസ്ഥ ആലോചിച്ചപ്പോൾ വല്ലാത്ത സഹതാപം തോന്നി. ഇന്ന് അവളോട് പെരുമാറുന്നത് കണ്ടുകൊണ്ട് എന്നും ഇങ്ങനെ ആവില്ലേ ആ വീട്ടിലുണ്ടാവുക? അവർ കനിവോടെ അവളെ നോക്കി. ഞാൻ വന്നത് കാരണമല്ലേ ഹരിയേട്ടാ ഇതൊക്കെ സംഭവിച്ചത്? ആര്യൻ വല്ലായ്മയുടെ തല താഴ്ത്തി. ആര്യന് വല്ലാത്ത സങ്കടം തോന്നി. കാരണം അവൻ ഇവിടേക്ക് വന്നതുകൊണ്ടാണ് ഇതെല്ലാം ഈ വീട്ടിൽ വെച്ച് നടന്നത്. അല്ലെങ്കിൽ നീതയുടെ അച്ഛൻ നേരെ വാടക വീട് അന്വേഷിച്ച് അങ്ങോട്ട് വന്നേനെ. അയാളുടെ ബോധമില്ലാതെയുള്ള പറച്ചിൽ കേട്ടുകൊണ്ട് നിന്ന് എല്ലാവർക്കും നെഞ്ച് തോന്നിക്കാണും. തനിക്ക് കുഴപ്പമില്ല, ഇത് മുൻപ് കേട്ട് ശീലിച്ചതാണ്. എന്നാൽ ഹരിയും വീട്ടുകാരും അവൻ ദേഷ്യത്തോടെ തല കുടഞ്ഞു. ഞാനെന്നിൽ ഇറങ്ങുവാണ് ഹരിയേട്ടാ, നേരം ഇരുട്ടിയിലെ നിദ്ര പേടിക്കും. ആര്യൻ പെട്ടെന്ന് എഴുന്നേറ്റു. അപ്പോഴേക്കും മിഴി മുഖം കഴുകി പുറത്തേക്ക് വന്നിരുന്നു. കണ്ടാലറിയാം മുഖമെല്ലാം ചുവന്നിരിക്കുന്നു. ഇറങ്ങി മിഴി ഞാൻ, അവൻ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. ഇന്നാ മോനെ, ഇത് കൊണ്ടുപോയ്ക്കോ, ഇനി ചെന്നിട്ട് വെക്കണം. ആരുമില്ലല്ലോ ഒരു കൈസഹായത്തിന്. അപ്പോഴേക്കും ഹരിയുടെ അമ്മ ഒരു പാത്രത്തിൽ രണ്ടാൾക്കും കഴിക്കാനുള്ള ചോറും കറികളും എടുത്ത് കവറിലാക്കി കൊണ്ടുവന്നു. അയ്യോ ഇതൊന്നും വേണ്ടമ്മേ, അവൻ സൗമ്യമായി നിരസിച്ചു. മിഴിയെപ്പോലെ തന്നെ അവനെ നോക്കാൻ ജാളത തോന്നി. അതെന്താ, ഞങ്ങൾ അന്യരായി വലതുവാണോ? ദേ, എനിക്ക് മാളവിനെ പോലെ തന്നെയാണ് ഇവളും എതിരെയും. കണ്ടിട്ടില്ലെന്നേളും അമ്മയ്ക്ക് മനസ്സിലാകും. അവർ പുഞ്ചിരിച്ചപ്പോൾ മിഴിക്ക് സങ്കടം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അവൾ കൈ രണ്ടും ചുരുട്ടി വായിൽ വെച്ച് കരഞ്ഞുപോയി. ദേ, സന്ധ്യ നേരത്ത് മോങ്ങിയാൽ നല്ല പേട വെച്ച് തരും ഞാൻ. മൂദേവി കയറിക്കൂടും വീട്ടിൽ. രണ്ടാളും പോയി കൈയും മുഖവും കഴുകി വിളക്ക് വെച്ച്. അമ്മ മിഴിയെ നോക്കി ശകാരിച്ചപ്പോൾ അവൾ ഏങ്ങലടികളോടെ അമ്മയെ നോക്കി. കരയണ്ട പെണ്ണെ, അച്ഛനല്ലേ, ക്ഷമിക്ക്. ചിലരെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. അമ്മ അവളുടെ മുടിയിൽ വാത്സല്യത്തോടെ തലോടി. ആരെന്നാ പൊയ്ക്കോ, എൻ്റെ അമ്മയല്ലേ. ഈ സ്നേഹപ്രകടനം കുറച്ചു നേരം ഉണ്ടാകും. നോക്കിക്കൊണ്ട് നിന്നാൽ നേരം ഇരുട്ടും. ഹരി കുസൃതിയോടെ പറഞ്ഞപ്പോൾ അമ്മ അവന് നേരെ കൈ ഓങ്ങി. ടാടാ വേണ്ട നീ, അവർ പുഞ്ചിരിയോടെ പറഞ്ഞു. എന്നിട്ട് മിഴിയെ കൊണ്ട് ഉള്ളിലേക്ക് പോയി. അവളൊരു പാവാഹയേടാ, ഈ വലിയ നാവുള്ളൂ എന്നുള്ളൂ, ഒരു പൊട്ടിയാണ്. ഭാഗ്യ അവൾക്ക് ഈ വീട്ടിലേക്ക് വരാൻ പറ്റിയത്. ആരും നിറഞ്ഞ കണ്ണുകളോടെ പറഞ്ഞു. എന്നിട്ട് കയ്യിലെ കവർ കൊണ്ട് പുറത്തേക്കിറങ്ങി. രാത്രി ഭക്ഷണം കഴിച്ച പാത്രങ്ങൾ കഴുകി വെച്ച് മിഴി പതിവ് പോലെ ജേക്കി കൊണ്ട് മുറിയിലേക്ക് വന്നു. ഹരി ഏതോ പുതിയ കേസ് ഫയൽ നോക്കുന്നുണ്ട്. മേശക്കരികിൽ ഇരിക്കുന്നത് കണ്ടപ്പോൾ അവളൊന്നും മിണ്ടാതെ കട്ടിലിൻ്റെ ഓരം പറ്റി കിടന്നു. എല്ലാവരുടെയും സംസാരിക്കുന്നുണ്ടെന്നേയുള്ളൂ. ആൾക്ക് നല്ല വിഷമമുണ്ട്. എല്ലാവരുടെയും മുൻപിൽ വെച്ച് അച്ഛൻ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ വയറിന് കുറുകെ അവൻ്റെ കൈ മുറുകനെ തറഞ്ഞു. അനങ്ങാതെ കിടന്നപ്പോൾ അവൻ നിശ്വാസം ചെവിക്ക് പിന്നിൽ തട്ടി. എന്താടോ, ഇപ്പോഴും വിഷമിച്ചിരിക്കുകയാണോ? കുസൃതിയുള്ള സ്വരം കേട്ടപ്പോൾ അറിയാതെ ഉള്ളിൽ നിന്ന് വിങ്ങൽ ഉയർന്നു. തിരിഞ്ഞ് അവനെ ഇറുക്കെ പുണർന്ന് പൊട്ടിക്കരഞ്ഞു. അവനും തടയാൻ പോയില്ല. കരയട്ടെ, മനസ്സിലുള്ളത് മുഴുവനും ഒഴുക്കി വരട്ടെ, എങ്കിലേ അവൾ പഴയ മിഴിയാവുകയുള്ളൂ എന്നറിയാമായിരുന്നു ഹരിക്ക്. സാരില്ല, പോട്ടെ, എന്തേരം നല്ലവനാര്യം. ഇനി സമാധാനത്തോടെ ഇരിക്കാൻ തനിക്ക്. ഹരി അവളുടെ മുടിയിടുകളിൽ പതിയെ തലോടിക്കൊണ്ട് പറഞ്ഞു. അവളൊന്ന് മൂടി. വീണ്ടും മുറിയിൽ നിശബ്ദത നിറഞ്ഞു. ചില മൗനങ്ങൾ വാചാലമാകും എന്നത് പറയാറില്ലേ? നിശ്വാസങ്ങൾ പോലും വാചാലമാകും. പ്രിയപ്പെട്ടവർ അടുത്തുണ്ടെങ്കിൽ. മിഴി, ഹരി പതിയെ വിളിച്ചു. അവൻ്റെ വിളി കേട്ട് അവനെ നെഞ്ചിൽ നിന്ന് മുഖമുയർത്തി നോക്കി. എനിക്ക് നിങ്ങളൊരു കാര്യം പറയാനുണ്ട്. അവൻ്റെ സംസാരത്തിലെ മുഖവര കേട്ടപ്പോൾ അവളുടെ പുരികൻ ചൊളിഞ്ഞു. മുഖമൊന്ന് അമർത്തി തുടച്ചവൾ എണീറ്റ് ലൈറ്റിട്ടു. എന്താ ഹരിയേട്ടാ? അവൾ സംശയത്തോടെ നോക്കി. അത് എനിക്കൊരു കേസ് വാദിക്കാൻ കിട്ടിയിട്ടുണ്ട്. ബാലകൃഷ്ണൻ സാർ എന്നോടുള്ള പരിചയം കൊണ്ട് തന്നതാണ്. പരാതിക്കാരി എനിക്കറിയുന്ന കുട്ടിയാണ്. ഹരി പറഞ്ഞു നിർത്തി അവളെ നോക്കി. മിഴിക്ക് അപ്പോഴും ഒന്നും മനസ്സിലായില്ല. എൻ്റെ കൂടെ മുൻപ് പഠിച്ചിരുന്ന കുട്ടിയാണ് ആള്. മരിച്ചത് അവൾ സ്നേഹിച്ചിരുന്ന ആളും. ഇരുവരും എൻ്റെ അടുത്ത സുഹൃത്തുക്കളാണ്. കോളേജിൽ രണ്ടാളും എൻ്റെ കൂടെയായിരുന്നു. ഈ കേസ് എനിക്ക് വാദിച്ച് ജയിക്കണം മിഴി. അതിന്
നീ എൻ്റെ കൂടെ ഉണ്ടാവണം. ഹരി അവളുടെ കൈകളിൽ പിടിച്ചു. എന്താ ഹരിയേട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ എപ്പോഴും കൂടെയില്ലേ? അവൾ പുഞ്ചിരിച്ചു. മുൻപ് ഒരു പ്രാവശ്യം ഹിയറിംഗ് കഴിഞ്ഞ കേസാണിത്. എതിർ പാർട്ടിക്ക് സ്ട്രോങ് ആണ്. അതുകൊണ്ട് തന്നെ അന്നത് തള്ളിപ്പോയി. ജാനകി വീണ്ടും കേസ് ഹൈക്കോടതിയിൽ കൊടുത്തു. അവൻ പറയുന്നത് കേട്ടപ്പോൾ അവൾ ഗൗരവത്തോടെ തലയാട്ടി. കോടതിക്ക് ആവശ്യം തെളിവാണ്. നമ്മുടെ കേസിൽ ഇല്ലാത്തതും അതാണ്. അവൻ പറഞ്ഞപ്പോൾ കാര്യമായൊന്നും മിഴിക്ക് മനസ്സിലായില്ലെങ്കിലും അവൾ കാര്യത്തിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടു. ഞാനന്ന് പറഞ്ഞില്ലേ, ഞാനും അമ്മയും മാളും ഇങ്ങോട്ട് വന്ന ആളുകളാണെന്ന്. ഞങ്ങളെ തറവാട് ഇവിടെയല്ല, അത് കടവൂർ എന്ന് പറയുന്ന ഇടത്താണ്, എറണാകുളം ഇടുക്കി ബോർഡറിൽ. നമുക്ക് അവിടെ വരെ ഒന്ന് പോയാലോ? നീ വരില്ലേ മിഴി എൻ്റെ കൂടെ? ഹരി അവളുടെ കൈകൾ ചേർത്ത് പിടിച്ച് ചോദിച്ചപ്പോൾ അവളുടെ കണ്ണുകൾ വിടർന്നു. എന്ത് ചോദ്യമാണ് ഏട്ടാ ഇത്? ഏട്ടൻ്റെ കൂടെ വരുന്നത് എനിക്ക് സന്തോഷമുള്ള കാര്യമല്ലേ? അവൾ ആ കൈ അവളുടെ കവിളിൽ ചേർത്ത് വെച്ചു. അല്ല, നിദ്രമുള്ള കാര്യം ഓർത്ത് ഇതുവരെ എനിക്ക് നല്ല ടെൻഷനായിരുന്നു. അതാണ് 2 ദിവസമായി ഇതിനെപ്പറ്റി പറയാതിരുന്നത്. ഇനിയിപ്പോൾ ആ ടെൻഷൻ ഇല്ലല്ലോ. അവൻ പറയുന്ന കേട്ടപ്പോൾ ശരിയാണെന്ന് തോന്നി. അവിടെ ഒരു വാടക വീട് ശരിയാക്കിയിട്ടുണ്ട്. നാളെ വൈകിട്ട് പോകണം. അടുത്ത മാസമാണ് ഹിയറിങ്. 3 ഹിയറിങ് മാക്സിമം ഉണ്ടാകും. അതിനുള്ളിൽ നമുക്ക് സമയമുണ്ട്. അമ്മയോട് പറഞ്ഞു ഏട്ടാ? ആ, അമ്മയോട് ഇന്നലെ കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു. അമ്മയാണ് പറഞ്ഞത് നിന്നെയും കൊണ്ട് പോയിക്കൊള്ളാൻ. കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ എവിടെയും പോയില്ലല്ലോ. മാത്രമല്ല എൻ്റെ നാടൊന്ന് കാണുകയും ചെയ്യാം. അവൻ പറഞ്ഞപ്പോൾ അവൾ സന്തോഷത്തോടെ തലയാട്ടി. പെട്ടെന്നാണ് അവൾക്ക് ഇന്ന് രാവിലെ ഡയറിക്ക് താഴ്ന്ന് കിട്ടിയ ഫോട്ടോയെക്കുറിച്ച് ഓർമ്മ വന്നത്. അതിനെക്കുറിച്ച് അവൾ ചോദിച്ചു. ദേ ഇതേട്ടാ, എനിക്ക് മുറിക്കുള്ളിൽ ക്ലീൻ ചെയ്തപ്പോൾ കിട്ടിയതാണ്. അവൾ ഫോട്ടോ എടുത്ത് കാണിച്ചു. ഇത് തന്നെയാണ് ആ പെൺകുട്ടി. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കൂടെ കോളേജിൽ പഠിച്ചത്. ഇത് ജാനകി, കൂടെ നിൽക്കുന്നത് ശ്രുതി. രണ്ടാളും ചെറുപ്പം തൊട്ട് പരിചയക്കാരാണ്. ജാനകി വലിയ വീട്ടിലെ കുട്ടിയാണ്. വലിയ തറവാട്ടുകാരായിരുന്നു ജാനകിയുടെ വീട്ടുകാർ. അവിടുത്തെ കാര്യസ്ഥന മകനായിരുന്നു ശ്രുതി. ഹരി പറഞ്ഞു നിർത്തിയപ്പോൾ ഒരു കഥ കേൾക്കുന്ന പ്രതീതിയുടെ അവൾ അവനെ കൗതുകത്തോടെ നോക്കി. എന്നിട്ട് ഈ ശ്രുതിൻ എന്ന് പറയുന്ന ചേട്ടനാണോ മരിച്ചത്? മിഴി ചോദിച്ചപ്പോൾ ഹരി വല്ലായ്മയുടെ തല താഴ്ത്തി. അതെ, അവൻ്റെ കേസാണ് ബാലകൃഷ്ണൻ സാർ എനിക്ക് തന്നത്. ഹരി പറഞ്ഞപ്പോൾ കാര്യങ്ങളുടെ ഏകദേശ കാര്യങ്ങൾ മിഴിക്ക് മനസ്സിലായി. ഉറ്റ സുഹൃത്ത്, ആളുടെ മരണം പുറം ലോകത്തേക്ക് കൊണ്ടുവരണം. ഇപ്പോൾ അത് മാത്രമേ ഉള്ളൂ ഹരിയേട്ടൻ്റെ മനസ്സിൽ. അവൾ അവനെ നോക്കി. ആകെ അസ്വസ്ഥനാണ് ഹരി. ഓരോന്ന് ചിന്തിക്കേണ്ട, വാക്കിടക്ക് എല്ലാം ശരിയാകുന്നേ. മിഴി അവനെ സ്നേഹത്തോടെ നോക്കി. എന്നിട്ട് ലൈറ്റ് ഓഫ് ചെയ്തു. അവൻ അരികിൽ കിടന്നു. അവൻ്റെ നെഞ്ചിൽ തല ചേർത്ത് കിടന്ന് എപ്പോഴും മയങ്ങിപ്പോയി മിഴി. നിദ്രയ്ക്കുള്ള ഭക്ഷണം കോരിക്കൊടുത്ത് പാത്രങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കി ആര്യൻ മുറിയിലേക്ക് വന്നു. നിദ്ര അവനെയും കാത്തുന്നത് പോലെ കിടക്കുകയാണ്. അവൻ പുഞ്ചിരിയോടെ അവളെ അടുത്ത് വന്നിരുന്നു. ഉറങ്ങിക്കൂടായിരുന്നു. അവൻ അരികിൽ വന്ന് കിടന്നു. ഒന്നും മിണ്ടിയില്ലവൾ. നിറഞ്ഞ കണ്ണുകളോടെ ഒന്ന് നോക്കുക മാത്രം ചെയ്തു. നീ എന്താ നിദ്ര മിണ്ടാത്തത്? ഞാൻ കാണിച്ചത് തെറ്റെന്ന് നിനക്കും തോന്നുന്നുണ്ടോ? അവന് സ്വരമിടറി. തെറ്റാണെന്ന് തോന്നുന്നു ആര്യേട്ടാ. എത്ര കാലം വെച്ചാണ് എന്നെ നോക്കേട്ടൻ. നല്ലൊരു ജീവിതമാണ് കൊണ്ടുപോയി കളഞ്ഞത് ആര്യേട്ടൻ. അവൻ്റെ മുറുകിയ മുഖം കാണി അവൾ പാതിയിൽ നിർത്തി. ഞാൻ ആഗ്രഹിച്ച ജീവിതമാണ് നിദ്ര ഇത്. നമ്മൾ സ്വപ്നം കണ്ടതല്ലേ? പിന്നെ ഇങ്ങനെയൊക്കെയായത് ഞാൻ കാരണം തന്നെയല്ലേ? എനിക്കിപ്പോൾ പ്രത്യേകിച്ചൊന്നും തോന്നുന്നുമില്ല. വെറുതെ ഓരോ കുരുത്തക്കേട് പറഞ്ഞ് നല്ലൊരു ദിവസം നശിപ്പിക്കണേ. അവളുടെ അടുത്തേക്ക് ചേർന്ന് കിടന്നുകൊണ്ട് അവൻ പറഞ്ഞപ്പോൾ നിദ്രയുടെ മുഖം ചുവന്നു. അവനൊന്ന് ഉയർന്ന് അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു. അത്രമേൽ സ്നേഹത്തോടെ പ്രണയത്തോടെ. അവളുടെ ഉള്ളിൽ ഒരു കൊള്ളിയാൻ മിന്നി. സ്നേഹിക്കുന്നവരാണ് തൻ്റെ പ്രണയം. പക്ഷെ ഇത്രയടുത്ത് ഇതുവരെ ചേർന്ന് നിന്നിട്ടില്ല. ഇപ്പോഴിതാ തൻ്റെ അവകാശിയായി. അവളുടെ ഉള്ളിൽ വല്ലാത്ത പരവേശം ഉയർന്നു. അപ്പോഴേക്കും റൂമിലെ ലൈറ്റ് അണഞ്ഞിരുന്നു. നാളത്തെ പുലരിയെ വരവേൽക്കാൻ ഇരുവരും മുഴക്കത്തിലേക്ക് ആണ്ടുപോയി. രാവിലെ എഴുന്നേറ്റ് പോകാനുള്ളത് റെഡിയാകുന്ന തിരക്കിലാണ് മിഴി. ഇവിടെ നിന്ന് ഒരുപാട് ദൂരമുണ്ട് ഹാരിയുടെ നാട്ടിലേക്കെന്നറിയാം. അതുകൊണ്ട് തന്നെ കുറച്ചധികം ഡ്രസ്സ് എടുക്കണം. നിദ്രയുടെ അടുത്ത് പോകണം. ആര്യേട്ടൻ എല്ലാം കൂടി എന്തായിട്ടുണ്ടാകുമോ എന്തോ. രാവിലെ ഓഫീസിലേക്ക് പോയിരുന്നു ഹരി. ഇനി കുറച്ച് നാളത്തേക്ക് ഇവിടെ കാണില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരോടും യാത്ര പറയണം. ഓഫീസിലെ കുറച്ച് ഫയൽസ് അനുരാധയ്ക്ക് കൊടുക്കണം. ബാലകൃഷ്ണൻ സാറിനോട് കേസിൻ്റെ കാര്യത്തിലാണ് പോകുന്നതെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ആൾക്ക് വലിയ പ്രശ്നമില്ല. രാവിലെ അവളെ കുളിപ്പിച്ച് ഭക്ഷണം കൊടുക്കണം. ഇപ്പോൾ ആണെങ്കിൽ അവൾക്ക് പീരീഡ് കൂടെയാണ്. ആകെ വല്ലായ്മയായിട്ടുണ്ടാകും ആൾക്ക്. ഓരോന്നും ആലോചിച്ചിരിക്കുമ്പോഴാണ് ഹരി മുറിയിലേക്ക് കയറി വരുന്നത്. അവനെ കണ്ടപ്പോൾ മിഴിയുടെ കണ്ണുകൾ വിടർന്നു. ഇത്ര പെട്ടെന്ന് വന്നു ഹരിയേട്ടാ? മടക്കിക്കൊണ്ടിരുന്ന തുണി ബെഡിലേക്കിട്ട് അവൾ എഴുന്നേറ്റു. ആ, നേരത്തെ ഇറങ്ങിയില്ലെങ്കിൽ വൈകും അവിടേക്കെത്താൻ. അവൻ ഷർട്ടിൻ്റെ ബട്ടൺസ് ഊരി അവൾക്കരികിലേക്ക് വല്ലാത്ത ഭാവത്തോടെ വന്നു. എന്താ ഒരു കള്ളലക്ഷണം? അവൾ കുസൃതിയോടെ നോക്കി. എന്ത് കള്ളലക്ഷണം? നല്ല വിശപ്പ്.
അവളെ അവനരികിലേക്ക് കൈകൊണ്ട് വലിച്ചു ചേർത്ത് നിർത്തി. അയ്യ, വിശപ്പുണ്ടെങ്കിൽ അങ്ങോട്ട് നടക്ക്, ചോറ് വിളമ്പിത്തരാം. നേരമില്ലാത്ത നേരത്തെ റൊമാൻസിക്കാൻ വന്നേക്കുന്നു. അവനെ തള്ളി മാറ്റി മടക്കി വെച്ചതെല്ലാം പെട്ടിയിൽ വെച്ചു. ആ, ഇപ്പൊ പൊയ്ക്കോ, നിന്നെ പിന്നെ എടുത്തോളാം ഞാൻ. അവൻ മീശ പിരിച്ച് കുസൃതികളെ പറഞ്ഞപ്പോൾ ആയിക്കോട്ടെ എന്ന അർത്ഥത്തിൽ അവൾ തലയാട്ടി. രാവിലെ എണീക്കുമ്പോൾ നിദ്ര ഹരിയുടെ കരവലയത്തിലായിരുന്നു. എഴുന്നേറ്റെങ്കിലും അങ്ങനെ തന്നെ കിടന്നു നിദ്ര. എന്തൊരു സമാധാനം, ശാന്തത ഈ നെഞ്ചിൽ കിടക്കുമ്പോൾ അവൾ ഓർത്തു. കുറച്ചു കഴിഞ്ഞതും അലാറം അടിക്കുന്ന കേട്ടപ്പോൾ ആര്യനും എഴുന്നേറ്റു. ആ, നീ എണീറ്റായിരുന്നോ? എന്നിട്ടെന്താ എന്നെ വിളിക്കാതിരുന്നത്? ആര്യൻ ഉറക്കച്ചടവോടെ അവളെ നോക്കി. ഏട്ടൻ ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു. നിദ്ര ജാളത്തിയുടെ മുഖം കുനിച്ചു. ഇനി അങ്ങനെ വിചാരിക്കില്ല നീ. ഒരുപാട് പണികളല്ലേ എനിക്ക്. വീട്ടിലെ കാര്യങ്ങൾ നോക്കിയിട്ട് വേണം എനിക്ക് ജോലിക്ക് പോകാൻ. ഇപ്പം ഞാനൊരു വീട്ടച്ഛനായടി. അവളുടെ മൂക്കിൻ തുമ്പിൽ പിടിച്ചു വലിച്ചു. അവൾ ചിരിച്ചു പോയി. ചിരിയുടെ അവസാനം നേരത്തെ വേദനയും ഉയർന്നു. ആര്യൻ എഴുന്നേറ്റ് ആദ്യം അവൻ ബാത്റൂമിലൊക്കെ പോയി വന്നു. പിന്നെ നിദ്രയെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. അവൾക്കിപ്പോൾ കൈയും കഴുത്തും തോളുകളും അനക്കാൻ സാധിക്കുന്നുണ്ട്. മുൻപ് അതുപോലും ഇല്ലാതിരുന്നതാണ്. അവളെ ബാത്റൂമിൽ കൊണ്ടുപോയി പല്ല് തേക്കാനുള്ള പേസ്റ്റ് അവൾക്ക് നേരെ നീട്ടി. അവൾക്ക് ഇരിക്കാനുള്ള ഒരു സീറ്റർ വാങ്ങിച്ചു വെച്ചിരുന്നു ആര്യൻ. പല്ല് തേച്ച് അവളുടെ ശരീരം ഒന്ന് നനച്ചു കൊടുത്തു. അവൾക്ക് പീരിയഡ്സ് ആയതുകൊണ്ട് തന്നെ പാട് മാറ്റാനൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഒരറപ്പോ വെറുപ്പോ ഇല്ലാതെ ചെയ്യുന്ന ആര്യനെ കണ്ടപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. കഴിഞ്ഞ മാസം വരെ ഇതെല്ലാം ചെയ്തിരുന്നത് മിഴിയാണ്. അവൾ തൻ്റെ ചേച്ചിയാണ്. താൻ ആദ്യം വയസ്സറിയിച്ച അന്ന് മുതൽ ഒപ്പം കൂടിയവൾ. എൻ്റെ എല്ലാ വളർച്ചയും കണ്ടതാണ് ചേച്ചി. അതുകൊണ്ട് തന്നെ വല്ലായ്മയൊന്നും തോന്നാറില്ല. പക്ഷെ ഇത് എന്താടി ആലോചിക്കുന്നേ? ആര്യൻ പെട്ടെന്ന് അവളുടെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ അവൾ ഒന്നുമില്ലെന്ന് പറഞ്ഞ് തല താഴ്ത്തി. നീ എൻ്റെ ആദ്യത്തെ കുട്ടിയാണ്, അങ്ങനെ വിചാരിച്ചാൽ മതി. മക്കളുടെ കാര്യങ്ങൾ ആരെ ചെയ്യുക? അവിടെ അച്ഛനമ്മമാരല്ലേ. അതുകൊണ്ട് ഇനി ഒരുമാതിരി ആവേണ്ട കാര്യമില്ല. വാത്സല്യത്തോടെ പറഞ്ഞ് കവളിൽ അമർത്തി ഉമ്മ തന്നു. അപ്പോഴേക്കും കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു. അത് കാണി ആര്യൻ അവളെയും ചേർത്ത് പിടിച്ചു.